ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BSOG 173 റീതിങ്കിങ് ഡെവലപ്മെൻറ്റ്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കിലുള്ള ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, അതാണ് ഫാക്ടേഴ്സ്. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ഡെവലപ്മെൻറ്റിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. വളരെ സിമ്പിളാണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം പീപ്പിൾസിൻ്റെ ചോയ്സ് ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്കതിനെ പറയാം. അതുപോലെ തന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതെല്ലാം ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പം ഇതെല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഡെവലപ്മെൻറ്റിന് സജീവമായിട്ട് സംഭാവനകൾ ചെയ്യുന്ന ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പല ഫാക്ടേഴ്സ് ഉണ്ട്. എക്കണോമിക് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സും ഇതിലുള്ള പല ഘടകങ്ങളും ഒരു ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഇതിലെ പല കാര്യങ്ങളും മോശമായിട്ട് നടക്കുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു രീതിയിലാണ് ഇതിൽ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എക്കണോമിക് ഫാക്ടേഴ്സ്. സോ നമ്മൾ എക്കണോമിക് ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ തന്നെ അതിൽ 3 ഫാക്ടേഴ്സ് വീണ്ടും പറയുന്നുണ്ട്. ഈ ഒരു എക്കണോമിക് ഫാക്ടേഴ്സിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. അതിൽ ഒന്നാമതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം ഒരു എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷന്, അതുപോലെ തന്നെ ഡിമാൻഡ്, സപ്ലൈ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരാം. അപ്പോൾ ഫാക്ടേഴ്സ് ഒരു പ്രൊഡക്ഷന് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നല്ല ലേബേഴ്സ് വേണം, ക്യാപിറ്റൽ വേണം, ദെൻ ടെക്നോളജി വേണം. ഈ 3 സംഭവങ്ങളും നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ അവിടെ എക്കണോമിക്കലായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ. എക്കണോമിക്കലായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കണ്ട് പഠിക്കാം. ദെൻ മെഷീൻസ് ആൻഡ് കണ്ടീഷൻസ്. അതിൽ പറയുന്നത് ഡിവിഷൻസ് ഓഫ് ലേബേഴ്സിന് നല്ല ഡിവിഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് സിസ്റ്റം, ഒരു പ്രൈസ് സിസ്റ്റം, എപ്പോഴും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പ്രൈസ് സിസ്റ്റം നമുക്ക് വേണം. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ സൈസ്, ചെറിയ മാർക്കറ്റ് സൈസ് ആണെങ്കിൽ നമുക്ക് എക്കണോമിക്കലി എന്തെങ്കിലും ബെനിഫിറ്റ്സ് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, കാര്യമായിട്ടൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഡിമാൻഡ്, സപ്ലൈ, ഡിമാൻഡും വേണം, സപ്ലൈയും വേണം. എങ്കിൽ മാത്രമേ അത് ആളുകളിലേക്ക് അത് പ്രൊഡക്ഷൻ ചെയ്ത് അത് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു എക്കണോമിക്കൽ ബെനിഫിറ്റ് നമുക്കുണ്ടാകുന്നതോടുകൂടി ഡെവലപ്മെൻറ്റിലേക്ക് അത് നയിക്കുള്ളൂ. ദെൻ മൂന്നാമത്തെ പോയിൻ്റാണ് എക്കണോമിക് ഡിസിഷൻ മേക്കേഴ്സ്. ഈ ഒരു എക്കണോമിക് പരമായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആയിക്കോട്ടെ, എക്കണോമിക് എൻവിറോൺമെൻറ്റിന് അനുസരിച്ചുള്ള ഡിസിഷൻസ്, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഇപ്പോൾ എല്ലാ സംഭവങ്ങളുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ ആ ഒരു ബിസിനസ് എങ്ങോട്ടേക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പം ആ ഒരു ഡിസിഷൻ മേക്കേഴ്സ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ്. ദെൻ ഈ എക്കണോമിക് ഫാക്ടേഴ്സിൽ പറയുന്ന മറ്റു കാര്യങ്ങളാണ് എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റീവായിട്ടുള്ള ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പറയുന്ന വേറൊരു കാരണം ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ, ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ സാധനമാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ അത് ആ ഒരു ബിസിനസ് എങ്ങും എത്തൂല. അത് കാരണം അതിന് ഉപയോഗിക്കാനുള്ള ഫണ്ട് അതിലുണ്ടാവില്ല. അതാണല്ലോ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ വേറൊരു ഘടകമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിദേശികൾ നമ്മളവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. അത് വേറെ രീതിയിലും അത് ബാധിക്കും. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് ബാധിക്കും. അപ്പം നമ്മൾ അവരെയും നല്ല രീതിയിൽ അവരെയും നമ്മൾ ഒരുപാട് ഇതാക്കേണ്ടി വരും. ചിലപ്പം നമ്മളെ വില തന്നെ ഇല്ലാതാവും. അങ്ങനെ അവരുടെ കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുമ്പം അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും അപ്പോൾ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ക്ലൈമറ്റ് ഇതിൽ വേറൊരു സംഭവമാണ്. ക്ലൈമറ്റ് എന്ന് പറയുമ്പം ഈ ഒരു പ്രൊഡക്ഷൻ ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായ കാലാവസ്ഥയൊക്കെ എന്തിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ നടക്കുന്നത് അതിനെ വേണമെങ്കിൽ എഫക്റ്റ് ചെയ്യാം. മഴക്കാലമാകുമ്പോൾ നടക്കാത്ത പല ബിസിനസ്സുകളും ഇല്ലേ, അതുപോലെ അതിനൊക്കെ എഫക്റ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് എക്കണോമിക്കൽ പരമായിട്ട് നമ്മളെ ബാധിക്കുകയും അത് നമ്മുടെ ഡെവലപ്മെൻറ്റിലേക്ക് എത്താൻ അതിനെ സഹായിക്കുകയും ചെയ്യൂല. ചില ഘടകങ്ങളൊക്കെ വരുമ്പം അത് ഡെവലപ്മെൻറ്റിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കില്ല. ഈ ഒരു കാര്യങ്ങളാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത്, ഇതിൽ കാര്യമായിട്ടുള്ള പോയിന്റുകൾ മാത്രം പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് വിശദീകരിച്ചാൽ അത് നിങ്ങളുടെ ക്ലാസ് ഭയങ്കര ബോറായിരിക്കും. സോ ഇതിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത് 3 തരം ലെവൽസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലോക്കൽ ലെവൽ, നാഷണൽ ലെവൽ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവൽ. ഈ ഒരു ലെവലിലൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള പല തീരുമാനങ്ങളും എന്തിനെ ബാധിക്കാം, ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. ഇതിൻ്റെ കീ ഫാക്ടേഴ്സായിട്ട് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു ഫാക്ടേഴ്സിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മോഡേണൈസേഷനും ഡെവലപ്മെൻറ്റിനെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഐഡിയോളജി, ദെൻ ഗവൺമെൻറ് സ്റ്റേബിലിറ്റി, ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ്
ഇല്ലെങ്കിൽ നമുക്കെന്താണ് ഒരു നല്ല രീതിയിലുള്ള വികസനം ഒരിക്കലും സാധ്യമല്ല. ഗവൺമെൻറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വരുമ്പം അത് കൂടുതലായിട്ടും ബാധിക്കുന്നത് ആ ജനങ്ങളെയും അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട പല സംഭവങ്ങളെയും അതുപോലെ തന്നെ അവസാനം ഈ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് അത് ബാധിക്കുന്നത്. ദെൻ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പാർട്ടി സിസ്റ്റംസ് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം അവസാനം ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നു. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ബ്യൂറോക്രസി, നമ്മുടെ ബ്യൂറോക്രസി നല്ലതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് തന്നെ വളരെ മോശമാവും. അപ്പോൾ ബ്യൂറോക്രസിൻ്റെ ഒരു സ്വഭാവ ഗതികളനുസരിച്ചായിരിക്കും ആ ഒരു നാട്ടിൽ നല്ലൊരു വികസനം വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കില്ല. അതുപോലെ തന്നെ നല്ലൊരു മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, നല്ല രീതിയിലുള്ള പവറിനെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുക, അവരുടെ മേഖലകളൊക്കെ ക്ലിയറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് എന്ത് കിട്ടുള്ളൂ, നമുക്ക് പല സേവനങ്ങളും നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ലെജിസ്ലേറ്റേഴ്സ്, എക്സിക്യൂട്ടീവ്, ദെൻ ജുഡീഷ്യറി. സ്വതന്ത്രമായിട്ടുള്ള ലെജിസ്ലേറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് വേണം, ജുഡീഷ്യറി വേണം. ഈ 3 സംഭവങ്ങളാണ് നിയമനിർമ്മാണം, അതുപോലെ തന്നെ കാര്യനിർവഹണം, അതുപോലെ തന്നെ ജുഡീഷ്യറി. ഈ 3 സംഭവങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം വേണം. എങ്കിൽ മാത്രമേ നല്ല നിയമങ്ങൾ നിർമ്മിക്കാനും ആ നിയമിച്ച നിയമങ്ങൾ അത് നാട്ടിൽ നടപ്പിലാക്കാനും അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ജുഡീഷ്യറിയെ സമീപിക്കാനും പറ്റുള്ളൂ. അതാണ് അതിൽ പറയുന്നത്. അതുപോലെ പറയുന്ന വേറൊരു കാര്യമാണ് റോൾ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഡെവലപ്മെൻറ്റ്. അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൺട്രോൾ ഓഫ് കറപ്ഷൻ ഒരുപാട് നടക്കുമ്പോൾ അതിലൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കൈകൾ പലപ്പോഴും കറപ്ഷനിൽ ഉണ്ടാവാറുണ്ടെങ്കിലും അത് നിയന്ത്രിക്കാനും ഒരു പരിധിവരെ ഒരു പൊളിറ്റിക്കൽ ഫാക്ടർ ഉണ്ടാവാറുണ്ട്. ദെൻ എൻഷ്യൂറിങ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ഓഫ് ദ മാർജിനലൈസ്ഡ് പീപ്പിൾസിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനൊക്കെ എന്താണ് ഈ ഒരു പൊളിറ്റിക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. സോ അത്രയാണ് ആ ഒരു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് സോഷ്യോ സ്ട്രക്ചറൽ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ സൊസൈറ്റിയുടെ സോഷ്യോ സ്ട്രക്ചർ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നുണ്ട്. ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് മറ്റൊരു സൊസൈറ്റിക്ക് അത് നഷ്ടത്തിലാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ആദ്യമൊക്കെ കോളനി വൽക്കരണമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ് അതിൽ മാറ്റങ്ങൾ വന്നു, നമ്മുടെ ഭരണഘടന വന്നു, എല്ലാവർക്കും സമത്വം നൽകി, ഈ ദളിതരെയും അതുപോലെ തന്നെ പിന്നോക്കക്കാരെയും ഒക്കെ വികസനത്തിൽ പങ്കാളികളാക്കി. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡെവലപ്മെൻറ്റ് കിട്ടുള്ളൂ. ദെൻ അതുപോലെ തന്നെ ഫ്യൂഡലിസം, സെമി ഫ്യൂഡലിസം, ഇതെല്ലാം ഡെവലപ്മെൻറ്റിനെ മന്ദഗതിയിലാക്കുന്നുണ്ട്. ഓവർ കൺസംഷൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ വിൽ ഡിക്രീസ്. നമ്മൾ ഓവറായിട്ട് നമ്മളൊരു എന്താ പറയുക, ഉപഭോഗം കൂടുതലായിട്ട് ചെയ്യുമ്പം നമുക്ക് വരുന്ന ക്യാപിറ്റൽ അക്യുമുലേഷൻ അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഓൾറെഡി ഇതെല്ലാം ഈ ഒരു നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് നിയമപരമായി എല്ലാവർക്കും സമത്വം ഉറപ്പാക്കി, അതുപോലെ തന്നെ വ്യക്തിഗത കഴിവുകൾ അത് ഇൻക്രീസ് ചെയ്യാനുള്ള അവസരങ്ങൾ നൽകി. നൂറ്റാണ്ടുകളായിട്ട് നമ്മളൊക്കെ അടിച്ചമർത്തലും അതുപോലെ തന്നെ അവഗണനയും ചൂഷണം ഒക്കെ നേരിട്ടൊരു സമൂഹത്തിൽ ആ ഒരു സാമൂഹ്യ ഘടന പ്രക്രിയയുടെ ഭാഗമായിട്ട് അത് വികസന പ്രക്രിയയിൽ അവർ പങ്കാളികളാവാൻ തുടങ്ങി. ഇങ്ങനെ അടിച്ചമർത്തത്തിൽ നിന്ന് അവരെ ഭരണഘടനയിലൂടെ സമത്വത്തിലേക്ക് നയിച്ച് അത് പിന്നീട് ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ അവരെയും പങ്കാളികളാക്കി എന്നാണ് പറയുന്നത്. ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു സോഷ്യോ സ്ട്രക്ചർ നല്ലതല്ലെങ്കിൽ ഒരിക്കലും അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ പിന്നീട് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു കൺട്രിയുടെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഒരു ക്ലൈമറ്റും, ആ ഒരു കൺട്രിയുടെ ജിയോഗ്രഫിയും അതുപോലെ തന്നെ അതിൻ്റെ ക്ലൈമറ്റും എല്ലാം ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഒരു അവിടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വരുന്ന ചിലവ്, അതുപോലെ തന്നെ ലാൻഡ് പ്രൊഡക്ടിവിറ്റി. അവരുടെ ലാൻഡ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് പ്രൊഡക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡിസീസ് ഇൻസിഡൻസ്, ഈ ഒരു അമിതമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നുണ്ട്, ആ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്സസിബിലിറ്റി, അത് എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ. അതുപോലെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൺട്രിക്ക് കൂടുതലായിട്ടുള്ള കോസ്റ്റ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ റിവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ട്രേഡ് പൊട്ടൻഷ്യൽ ആ ഒരു രാജ്യത്തിന് അധികമായിരിക്കും. അപ്പം ഇതെല്ലാം അതാണ് ഈ ഒരു ജിയോഗ്രഫിക്കൽ എന്ന് പറയുന്നത്. ആ ഒരു രാജ്യത്തിന് കൂടുതലായിട്ടുള്ള കോസ്റ്റ് ലൈനുകൾ ഉണ്ടെങ്കിൽ, ആ ഒരു തീരപ്രദേശങ്ങൾ പറയില്ലേ, ആ ഒരു തീരപ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ട്രേഡിനൊക്കെയുള്ള വേറെ രാജ്യങ്ങളായിട്ട് ട്രേഡിനുള്ള സാധ്യത അവിടെ കൂടുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഇനി നേരെ മറിച്ച് ഒരു ട്രോപ്പിക്കൽ കൺട്രിയിൽ, അഥവാ ഒരു ഉഷ്ണമേഖല രാജ്യത്ത് അവിടെ എന്തായിരിക്കും, പുവർ സോയിലായിരിക്കും,
അതുപോലെ തന്നെ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഉണ്ടാവും, ഒരുപാട് പകരുന്ന രോഗങ്ങൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രാജ്യത്ത് വികസനം എന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കാൻ പറ്റുന്ന ഒന്നാണ്? ഒരിക്കലുമല്ല. അവിടെ ഒരുപാട് തടസ്സങ്ങൾ അവർക്ക് മുന്നിൽ, വികസനത്തിന് മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ അവിടെ വരികയാണ്. അതുകൊണ്ട് തന്നെ വികസനം അതൊരു ഒരു മന്ദഗതിയിലാക്കാനത് ആക്കാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ട കാര്യമാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഒരു ഒരു സൊസൈറ്റിയുടെ കൾച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബിലീഫ്സ്, ബിഹേവിയേഴ്സ്, ഇതെല്ലാം എന്താണ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി വന്നവയാവാം. അതുപോലെ തന്നെ ഒരു പ്രദേശത്തിൻ്റെ കൾച്ചർ ആയിരിക്കില്ല മറ്റൊരു പ്രദേശത്തിന്. അപ്പോൾ പ്രദേശങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സംസ്കാരവും മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വിവേചനം ഇത് ഡെവലപ്മെൻറ്റിന് തടസ്സം ചെയ്യുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു സാമൂഹ്യ ഡെവലപ്മെൻറ്റ്, ഒരു സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ജനങ്ങളുടെ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ എന്താണ്, സമൂഹത്തിൽ പല ആളുകളും അവരുടെ സംസ്കാരം കാരണം അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായ ഇത് കാരണം പലപ്പോഴും ആ ഒരു മുഖ്യധാരയിൽ നിന്ന് അവരെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ എന്താണ്, ചിലരെന്താണ് ഒരു പരമ്പരാഗത കൾച്ചർ മാത്രം സ്വീകരിച്ചു പോരുന്നവരായിരിക്കും. അപ്പം എന്താണ് ഇതൊക്കെ അവർക്കപ്പം പുതിയ കാര്യങ്ങൾ, ഇന്നോവേഷൻസ് വരുന്നതും ഒന്നും അവർക്ക് ചിലപ്പം അവരുടെ സംസ്കാരത്തിനെ ബാധിച്ചേക്കാം. അപ്പം ഇതെല്ലാം എന്തിന് തടസ്സം വരുന്നുണ്ട്? ഒരു ഡെവലപ്മെൻറ്റിന് ഇതെല്ലാം തടസ്സം വരുന്നുണ്ട്. അതുപോലെ തന്നെ പല വിഭാഗങ്ങളും ഇതിലൂടെ അവഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഇതിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ ഒരു സ്വത്ത് സ്ത്രീകൾക്ക് വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് അവരെ സ്ത്രീകളെ തന്നെ ഒരു സാമൂഹ്യപരമായിട്ട് താഴ്ന്ന നിലയിലേക്ക് എത്താനും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പാദന ശേഷിയൊക്കെ സമൂഹം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, മുൻവിധികൾ ഒക്കെ വിദ്യാഭ്യാസത്തിന് പോലും തടസ്സം നിർത്തുന്നുണ്ട്. അതുപോലെ SC ST OBCക്കാർക്ക് ഇവരെന്താണ് വികസന പ്രക്രിയയിൽ നിന്ന് തന്നെ ഇവരെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. റിസോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചില പ്രമുഖ വ്യക്തികളിൽ മാത്രം ഒതുങ്ങിക്കൂടി അവർ കൈവശപ്പെടുത്തി. എന്തിന് തടസ്സമായി? അവർ നാടിൻ്റെ മൊത്തം ആയിട്ടുള്ള ഒരു സമഗ്ര വികസനത്തിന് അത് പലപ്പോഴും പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും പോയിന്റുകൾ കിട്ടുകയാണെങ്കിൽ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ എങ്ങനെ പഠിക്കാനാ എന്നൊന്നും വിചാരിക്കരുത്. ഇത് ഓരോ ടോപ്പിക്കിനിടയിലും അടിയിൽ വരുന്ന സംഭവങ്ങളും നമ്മുടെ ചോയ്സാണ്. അത് നമുക്ക് എഴുതാൻ കിട്ടും. അപ്പം അതിനനുസരിച്ച് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ഓരോ സബ് ഹെഡിങ്സും നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. പിന്നീട് പറയുന്നതാണ് റിലീജിയസ് ഫാക്ടേഴ്സ്. ഒരു സമൂഹത്തിൽ വികസനത്തിൽ നല്ല രീതിയിൽ നടക്കാം റിലീജിയൻ എന്ന് പറയുന്നത് ഭയങ്കര നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടും എന്താണ് റിലീജിയനാണ് അവിടെ ഒരു മുഖ്യ പങ്ക്. ഒരു സെൻട്രൽ ഭാഗത്ത് ആരുണ്ട്? അവിടെ റിലീജിയൻ ഉണ്ട്. അപ്പം ഇന്ത്യ സൊസൈറ്റിയിൽ ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ഹൈറാർക്കി ഉണ്ട്. അത് ഒരു ആ ഒരു സോഷ്യൽ ഹൈറാർക്കിക്ക് ഈ ഒരു റിലീജിയൻ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഒരു വശത്ത് ഈ ഒരു റിലീജിയൻ പ്രകാരം ആളുകൾക്ക് ഐക്യം നൽകുന്നുണ്ടെങ്കിലും മറുവശത്ത് ഈ റിലീജിയൻ കാരണം എന്താണ് പല ശത്രുക്കളും അല്ലെങ്കിൽ പല അവരുടെ ആളുകൾക്കിടയിൽ തന്നെ പല അസമത്വങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ റിലീജിയൻ എന്ന് പറയുന്നത് വികസനത്തിന് പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ വികസനത്തിന് തടസ്സപ്പെടുത്താനും ഈ റിലീജിയൻസ് ഫാക്ടേഴ്സ് എന്താണ് കാരണമാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്. നമുക്കറിയാം വിദ്യാഭ്യാസം എന്നത് എന്താണ് എല്ലാ അർത്ഥത്തിലും ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ മതിയായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് സാധ്യമാകാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ ആളുകൾക്ക് ബോധവൽക്കരണം അതുപോലെ തന്നെ അവരുടെ സ്വയം ബോധവും ഈ ഒരു ലോകത്തെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം വികസിക്കുന്നുണ്ട് അവർക്കൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ. അത് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ അവരുടെ സമൂഹത്തിന് ഗുണം നൽകാനും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അവരുടെ ഇൻപുട്ട് വർദ്ധിപ്പിക്കുകയാണ് ഇതിൽ ലക്ഷ്യം. അത് എഫിഷ്യൻസി, ഇന്നോവേഷൻസ്, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇതിനൊക്കെ ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ എന്താണ് കൾച്ചറിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് മനുഷ്യർ തയ്യാറാക്കി നിർത്തുകയാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് തന്നെ അവരുടെ മനസ്സിൽ മാറും. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ ഇത് മാത്രം പോരാ, ഇവിടെ ഇനി അതും വേണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് അവർക്ക് മാറുന്നതാണ്. അതാണ് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടേഴ്സ്. ഇതിൽ പറയുന്നത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയൊക്കെ കോളനിയുടെ ഭാഗമായിരുന്നു അല്ലേ, ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്നല്ലോ. സോ ഈ ഒരു കോളനിയൽ ഭരണത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോഴും അതേ അവസ്ഥ തന്നെ രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നു. അന്ന് ഒരു വിദേശ രാജ്യങ്ങളുടെ കയ്യിൽ ആണെങ്കിൽ ഇപ്പം ഉള്ളത് എന്താണ്, ആ ഭരണ രീതിയിൽ ഭരിക്കുന്ന ആളുകൾ തന്നെ ആ ഒരു രീതിയിലാണ് ഇപ്പോഴും സമൂഹത്തിനെ കാണുന്നത്. ആ ഒരു കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇപ്പോഴും മോചനം കിട്ടാത്ത സ്ഥിതിയാണുള്ളത് എന്നുള്ളതാണ്. അഥവാ ഇവിടെ പറയുന്ന ഈ ബ്യൂറോക്രസി എന്താണ് നമ്മളെ ചൂഷണം ചെയ്യാണ്, അനീതിപരമായിട്ടുള്ള രീതികളാണ് അവർ പിന്തുടരുന്നത്
വരുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ പരാജയങ്ങൾ ഒക്കെ എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവരുടെ പങ്ക് കൂടുതലായിട്ട് അവിടെ കൈകടന്നു പോകുന്നു സ്വകാര്യ മേഖലയ്ക്ക്. അങ്ങനത്തെ അവസരങ്ങളൊക്കെ ആര് നൽകുന്നുണ്ട്? ഇപ്പോഴത്തെ ഈ ഒരു ഭരണ രീതികൾ ഇപ്പം അവർക്ക് അങ്ങനെ അനുകൂലമായിട്ട് അവർ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു വികസനത്തിന് വേണ്ടിയിട്ട് അതിന് സഹായിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ആ ഒരു കൊളോണിയൽ ഭരണം ഇല്ലാത്ത അതിനെ പിന്തുടരാത്ത നല്ലൊരു ഭരണമാണ് നമുക്ക് വേണ്ടത്. അത് മാത്രമേ എന്തിലേക്ക് നയിക്കുള്ളൂ? ഇതിൽ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് പറയുന്നതാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ എന്താണ് ഗ്ലോബലൈസേഷൻ്റെ കാലത്താണ് ജീവിക്കുന്നതല്ലേ. ഈ ഗ്ലോബലൈസേഷനിൽ ടെക്നോളജിയുടെ പങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഇത് പലപ്പോഴും എന്താണ് ഡെവലപ്ഡ് കൺട്രീസിൽ ഭയങ്കരമായിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിക്കോട്ടെ, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ വേണ്ട ടെക്നോളജികൾ ആരെടുത്തു നിന്നാണ് നമ്മൾ വാങ്ങുക? ഈ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ് വാങ്ങുക. അപ്പം ഇത് ഒരു തരത്തിൽ എന്താണ് ഒരു ചൂഷണമാണ്. കാരണം അവർ ചിലപ്പം അവരുടെ സെക്കൻഡ് ഹാൻഡ് ചെയ്ത സാധനങ്ങളായിരിക്കും നമുക്ക് തരിക. അപ്പം ഇതിലൂടെ ഒന്നും ഒരിക്കലും നമുക്ക് നമ്മൾ അവരെ ആശ്രയിക്കേണ്ടി വരും ചെയ്യും. അതിന് പുറമെ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടൂല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു വികസനത്തിന് ഒരു ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് തരുന്നത്. അപ്പം ഇതൊക്കെ ഒരു ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ ഒരു വികസനം അളക്കാൻ വേണ്ടിയിട്ടും അതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ അതുപോലെ തന്നെ സൂചകങ്ങളാണ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യകാലഘട്ടത്തിലൊക്കെ വികസനം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വളർച്ചയെ മാത്രം ബേസ് ചെയ്തിട്ടായിരുന്നു. പിന്നീട് GNP, GDP, NNP, പെർ ക്യാപിറ്റ ഇൻകം തുടങ്ങിയിട്ടുള്ള പല സൂചകങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയി. അതിൽ ഫസ്റ്റത്താണ് GNP എന്ന് പറയുന്നത്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇത് വികസനം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകം തന്നെയായിരുന്നു. ഇതെങ്ങനെ ഉപയോഗിച്ചാൽ ഈ ഒരു പല രാജ്യങ്ങളും തമ്മിലുള്ള പറഞ്ഞുതരാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസ് ഓഫ് കൺട്രീസ് ഇൻ്റർനാഷണലി. GNP ഈസ് കാൽക്കുലേറ്റഡ്. പല രാജ്യങ്ങൾ തമ്മിലുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു ഇത് GNP നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഈ GNP കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, കൺസംഷൻ്റെയും ഗവൺമെൻറ് സർവീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു GNP കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിനെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ ഒരു ഭാഗമാക്കി മാറ്റിയിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് അവരുടെ സ്റ്റാറ്റസ് കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് GNP മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ പിന്നീട് പറയുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ അവിടെ ദാരിദ്ര്യം തൊഴിലില്ലായ്മയും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ആളുകളുടെ ധാരണ. പിന്നീട് ഈ കാഴ്ചപ്പാട് പിന്നീട് ഇത് ചോദ്യം ചെയ്യപ്പെടും. കാരണം എന്താണ്, ഓരോ രാജ്യത്തെ വരുമാനം വർദ്ധിച്ചിട്ടും അവിടെ പോവർട്ടി അതുപോലെ തന്നെ ഇനീക്വാലിറ്റി ഇല്ലാതിരുന്നിട്ടില്ല, അതിനൊരു കുറവ് വന്നിട്ടില്ല. സോ ഇതൊരു വ്യക്തമായിട്ടുള്ള ഒരു ഇൻഡെക്സ് അല്ല എന്നുള്ളത് പിന്നീട് അവർ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഇൻകം കൂടിയെന്ന് വിചാരിച്ചാൽ രാജ്യത്ത് പോവർട്ടി ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ലെസ് ഇൻകം ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഒരു ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇനീക്വാളിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന സൂചകമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വികസന കാര്യത്തിൽ എന്താണ് ഈ ചെറിയ ഒരു സമ്പന്ന വിഭാഗം ഉണ്ടാവും. അതിൽ ഇപ്പോൾ ഒരുപാട് ആളുകളിൽ കുറച്ച് ആളുകൾ മാത്രം ഭയങ്കരമായിട്ട് ഒരുപാട് ഫണ്ടുകൾ അവരുടെ കൈവശം ഉണ്ടാവും, ഭയങ്കര സമ്പന്നനായിട്ടുള്ള ആളുകൾ. ഇത് ഒക്കെ എന്താണ് അവരുടെ ഒരു നാഷണൽ ഇൻകത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നില്ല. അപ്പം ഒരു അത്രയും വരുമാനം ഉണ്ടായിട്ട് പോലും അത് ഇനീക്വാളിറ്റി ആയിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ഒരിക്കലും അവിടെ പോവർട്ടി ഇല്ലാതാവുന്നില്ല, ദാരിദ്ര്യർ എന്നും ദരിദ്രർ തന്നെയായിട്ട് തുടരും. അപ്പം അതാണ് ഇതിൽ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നതാണ് പോവർട്ടി എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്കറിയാം ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു സൂചികയാണ്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് വിലയിരുത്താനുള്ള GNP, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലെസ് ഇൻകം ഇനീക്വാളിറ്റി, ഇങ്ങനത്തെ ഒക്കെ നോക്കിയിട്ടാണ് പോവർട്ടി വിലയിരുത്തുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്, നമുക്കറിയാം ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ വഴിയാണ് ഈ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് എല്ലാം നടത്തുന്നത്. നമുക്കറിയാം 5 ഇയർ പ്ലാനിങ്, ഇപ്പം നീതി ആയോഗ്, ഇങ്ങനത്തെ എല്ലാം എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമാണല്ലേ. ദെൻ പിന്നീട് പറയുന്നത് ബേസിക് നീഡ്സ് അപ്രോച്ച്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈഫ് എക്സ്പെൻഡൻസി പെടുത്താം. അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ, ആക്സസിബിലിറ്റി, ദെൻ ന്യൂട്രീഷൻ ആക്സസ്, ദെൻ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി, അതുപോലെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ, ഹൗസിങ്, ഇതൊക്കെ നോക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഒരു രാജ്യത്തുള്ള ഡെവലപ്മെൻറ്റിനെ നമുക്ക് സൂചികയായിട്ട് ഇതൊക്കെ കണക്കാക്കാൻ പറ്റും. പിന്നീട് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 1987 ബ്രെഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലൂടെയാണ്, ഒരു കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഇതിലൂടെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇത് ഉണ്ടാകുന്നത്, അഥവാ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ അവിടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ എന്താണ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI. വികസനം എന്ന് പറയുന്നത് വെറും എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, ജീവിതത്തിൻ്റെ നിലവാരത്തിലുള്ള ആ ഉയർച്ചയും കൂടിയാണ് എന്ത് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. മനുഷ്യന്മാരുടെ ഡെവലപ്മെൻ്റ് ആണ് ഇതിൽ പറയുന്നത്. അവരുടെ
കാഴ്ചപ്പാടിലുള്ള ഈ 1990-ലാണ് UNDP HDI എന്ന് പറയുന്ന ഈ ഒരു സൂചിക അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഫാക്ടേഴ്സ് പറയുന്നത്? ലൈഫ് എക്സ്പെക്റ്റൻസി, അതുപോലെ തന്നെ ലിറ്ററസി, ഇങ്ങനത്തെ ജീവിത നിലവാരം ഉയർത്തൽ, ഇതൊക്കെയാണ് അതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന വിഭാഗം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു യൂണിറ്റ് എന്തായിട്ടുണ്ട്. അപ്പോൾ മെയിൻ പോയിന്റ്സുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നീട് അതിൻ്റെ താഴെ വരുന്ന സംഭവങ്ങൾ മനസ്സിലാക്കി പോകുക. അത് കാണാതെ പഠിക്കണം എന്ന് പറയില്ല. അതിന് എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഒരു ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെ അങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ ഈ ഒരു ഭാഗം 2 ഭാഗം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സോ നിങ്ങളിത് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ കേട്ടോ.